പിന്നെ ജാനിബ് എന്ന് പറയുന്ന മൂന്നാമത്തെ 3 KSU നേതാക്കൾ ഈ ചർച്ചയിൽ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സംസാരിച്ചു. പിന്നെ മറ്റൊരു അധ്യാപകൻ എന്ന് പറഞ്ഞ് മറ്റേതോ ഒരു അധ്യാപകൻ സംസാരിച്ചു. 4-5 പേരെ കൊണ്ടുവന്ന് നിർത്തി ഈ ചാനൽ അവതാരികയും കൂടെ പക്ഷം ചേർന്ന് 6 പേര് ഒരു മണിക്കൂറിൽ SFIക്കെതിരെ ഇങ്ങനെ ചർവിതം സംസാരിക്കുകയാണ്. നമ്മളൊരാൾ അതിനെ എല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. ആ സംസാരത്തിൽ താങ്കൾ ഇടപെടുകയും ചെയ്യും. എന്നിട്ട് ഈ ബൈറ്റും ഈ വിഷ്വൽസും കാണുന്ന ജനങ്ങൾക്കിടയിലേക്ക് SFIയെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കണം. ഈ പണിയാണല്ലോ നിങ്ങൾ എടുക്കുന്നത്. ആ പണി റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുക എന്നല്ലാതെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ എടുക്കുന്ന പണി കേരളത്തിൽ 1970 മുതൽ ഈ 2024 വരെയുള്ള കാലയളവ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഈ KSU എന്ന് പറയുന്ന സംഘടനയായിരുന്നല്ലോ അടക്കി ഭരിച്ചിരുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകളിൽ നിന്ന് KSU എങ്ങനെയാണ് ഇപ്പൊ നാമാവശേഷമായത്? കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്ര വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയ സംഘടന ഈ KSU. സഖാവ് ധീരജ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ അവസാന ആ KSU എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ടാ ഒറ്റപ്പെടും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താണ് സംഭവിച്ചത്? ഒരു കോളേജിൽ തോറ്റു, അങ്ങനെ പലയിടത്തും തോൽക്കുന്നേ. അതാണ് പറഞ്ഞത്. മറ്റു പല സ്ഥലങ്ങളും ഞങ്ങൾ ജയിച്ചല്ലോ. കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റനേക യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളെല്ലാം തിരുത്താറുണ്ടെങ്കിൽ തിരുത്തൂ. തിരുത്താനുള്ളത് എന്തൊക്കെയെന്നൊന്നും വിശദീകരിച്ച് പറയൂ. ഇപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ പിഴവ് പറ്റികൾ പിഴവ് സമ്മതിക്കാൻ സാധിക്കണം. അത് KSU ആയാലും SFI ആയാലും തിരുത്തിയാലേ മുന്നോട്ട് പോകാനാവൂ. മുഹമ്മദ് സാദിഖ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെ CPM തന്നെ അങ്ങനെ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞതാണ്. തിരുത്തി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്. വീഴ്ചകൾ പരിശോധിക്കുമെന്ന് പറഞ്ഞതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേക ധാർഷ്ട്യത്തിന്റെ ഭാഷ? SFIയെ തിരുത്താൻ താങ്കൾ ശ്രമിക്കണ്ട. ഞാനുമായി ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റിംഗ് കൂടുകയാണെങ്കിൽ അങ്ങ് കൂടിക്കോട്ടെ. SFI പ്രതിനിധിയുമായി ആങ്കറുടെ തർക്കം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുത്തേണ്ടത് എന്താണെന്നും തിരുത്താണ്ടിരിക്കേണ്ടത് എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കാലിക്കറ്റ് സർവകലാശാല മാത്രമല്ല, കേരളത്തിൽ മറ്റനേകം സർവകലാശാലയുണ്ട്. MGയും കേരളയും കുസാറ്റും അതേപോലെ തന്നെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും എല്ലാം ഉണ്ട്. കാർഷിക സർവകലാശാലയുണ്ട്. ഇവിടെ എല്ലാം SFI ആണ് ജയിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, മറ്റനേകം മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ പലയിടത്തും SFI ജയിക്കുന്നു. കുഹാസിൽ തന്നെ 54 കോളേജിൽ തെരഞ്ഞെടുപ്പെടുമ്പോൾ 44 സ്ഥലത്ത് SFI ജയിച്ചു. അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല. SFI ജയിക്കുന്നത് നിങ്ങൾക്ക് വാർത്തയേ അല്ല. SFIക്ക് എവിടെയെങ്കിലും ഒരു തോൽവി എന്തെങ്കിലും ഒറ്റപ്പെട്ട വാർത്തകൾ SFIക്കെതിരെ വന്നാൽ അത് സാഹചര്യം തിരുത്തൽ വരുത്തുന്നു എന്ന് കൂടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ സംബന്ധിച്ച് ചർച്ച അവസാനിപ്പിക്കാം. മുഹമ്മദ് സാദിഖ്, അല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഈ KSU നടത്തുന്ന അക്രമങ്ങളുണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, കാത്തോലിക്കറ്റ് കോളേജിലെല്ലാം. അതേ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ KSUവിനെ വെള്ളരിപ്രാവുകളായി ചിത്രീകരിക്കുകയും SFI ആകെ വക്രീകരിക്കുകയും ചെയ്യുന്ന പണി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അന്ന് അവിടുന്ന് പാർട്ടിയിൽ പുറത്താക്കാൻ SFIയുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള SFIയുടെ യൂണിറ്റ് കമ്മിറ്റി 1970 മുതൽ ക്രമാനുഗതമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലെയായ നിങ്ങൾ അന്ന് പുറത്താക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അന്ന് അവരെ താക്കീത് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടാണ്, ഈ ലോകം മുഴുവൻ കണ്ടതാണ് ഏത് തരത്തിലുള്ള കൊലവിളിയാണ് എനിക്കെതിരെ നടന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒരു പൗരനാണ് ഞാൻ. എനിക്ക് പേരിൽ ഇത്രയും വലിയൊരു കൊലവിളി നടന്നിട്ട് ഇത്രയായിട്ടും ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടോ, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോർത്ത് പോലീസോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനമോ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അത് വളരെ ഖേദകരമാണ്, വളരെ ഖേദകരമാണ്. എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും ഒരു പോലീസോ അന്വേഷിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. സ്ത്രീയുടെ പരാതി, അധ്യാപികയുടെ പരാതി, 7 വർഷമായി സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്ത്, ഇദ്ദേഹത്തിന് 5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. 7 വർഷമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപികയെ, ജേർണലിസ്റ്റ് അധ്യാപികയെ മാനസികമായി പീഡിപ്പിച്ച് പുറത്തു ചാടിച്ച ആളാണ്. അക്രമ സംഭവങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്. അത് ആരുടെ ഭാഗത്തുനിന്നായാലും, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നായാലും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. താങ്കൾ പറയുന്ന പോലെ ആ ദൃശ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരട്ടെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിനെ കൂടി ചോദ്യം ചെയ്യാം. ഇപ്പോൾ നിലവിൽ നിങ്ങളാണ് പ്രതിരോധത്തിൽ, നിങ്ങളുടെ ഭാഗത്താണ് കൃത്യമായ മറുപടി വേണ്ടതും. അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മുഹമ്മദ് സാദിഖ്.
അല്ല, ഞങ്ങൾ പ്രതിരോധത്തിലാണെന്ന് സ്മൃതി അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങൾ ക്യാമ്പസിലേക്ക് മൈക്കെടുത്ത് വന്ന അഭിപ്രായം ചോദിക്കും എല്ലാ ക്യാമ്പസുകളിലും. നിങ്ങളൊരു ചർച്ച സെറ്റ് ചെയ്ത് അതിൽ SFI പ്രതിരോധത്തിലാണെന്ന് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടൊന്നും SFIക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ അധ്യാപകന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അദ്ദേഹം അധ്യാപികയോട് പോലും മോശമായി പെരുമാറിയ സമീപകാല ചരിത്രമുള്ള ആളാണെന്നാണ് ഞാൻ പറയാൻ ആളുകളെ പറ്റി മോശം പറയാനുള്ള ഒരു വേദിയല്ല ഇത്. താങ്കൾക്ക് ആ വിഷയങ്ങൾ വേറെ വേദിയിൽ അത് ഉന്നയിച്ച് അതിൽ തെളിവൊക്കെ കൊണ്ടുവന്ന ശേഷം ചർച്ച ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് നിങ്ങൾ എതിർക്കുന്ന ആളുകളെ രീതിയിൽ നിങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഈ ചർച്ചയിൽ. നിങ്ങൾക്ക് ഈ വിഷയം മാത്രം, ഈ വിഷയത്തിലൂന്നി സംസാരിക്കാനേ പറ്റൂ. ഈ വിഷയത്തിലൂന്നി താങ്കൾക്ക് അവസാനമായി പറയാനുള്ളത് പറയാം. ഈ വിഷയമായതുകൊണ്ടാണോ താങ്കൾ വയനാട് വെറ്റിനറി കോളേജിനെ കുറിച്ച് ചർച്ച ചെയ്തത്? ഈ വിഷയമായതുകൊണ്ടാണോ? താങ്കൾക്ക് ഇഷ്ടമുള്ള വിഷയം കൊല്ലപ്പെട്ടതാണ്. ചരിത്രവുമാകാം, ഭൂമിശാസ്ത്രമാവാം. പറയുമ്പോൾ ഈ വിഷയം മാത്രമേ പറയാവൂ എന്ന് പറയുന്നത് കേട്ടോ, അല്പം വിനയമാകാം. കേരളം മാസങ്ങളോളം ചർച്ച ചെയ്ത വിഷയമാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നിങ്ങൾ ആദ്യം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിഞ്ഞതാണ്. നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പ്രതികളായത്. ധീരജിന്റെ കൊലപാതകം മാസങ്ങളോളം കേരളം ചർച്ച ചെയ്തല്ലേ? അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, KSUവിന്റെ കൊലപാതകം ചർച്ച ചെയ്തല്ലോ അല്ലേ? കേരളം ചർച്ച ചെയ്തല്ലോ മുഹമ്മദ് സാദിഖ്. അപ്പോൾ അതും ചർച്ച ചെയ്യും. ഇനി കേസ് ഉണ്ടാക്കിയാൽ അതും ചർച്ച ചെയ്യും. നിങ്ങളാണ് തുടർച്ചയായി കേസ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ നവമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ ചർച്ചയാണ്. അല്ലാതെ നിങ്ങളാരും അതിൽ KSUവിനെ ഇപ്പോഴും വെള്ളപൂശി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. KSUവിന്റെ നേതാക്കളെല്ലാം കൊലപാതക കേസിൽ നിങ്ങളുടെ നിർഭാഗ്യവശാൽ നിങ്ങളാണ് വിഷയം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നമുക്ക് നിർവാഹമില്ല. 6 വർഷം കഴിഞ്ഞിട്ട് പോലും വളരെ നന്ദി. സമയക്കുറവ് മൂലമാണ്. Debate with Smriti Parthikad.